ലക്ഷദ്വീപിൽ വിചിത്ര ഉത്തരവുമായി ഭരണകൂടം. തേങ്ങ പറിക്കാൻ 24 മണിക്കൂർ മുൻപ് അനുവാദം ചോദിക്കണം. തെങ്ങ് കയറുന്നയാൾ കയ്യുറകളും താഴെ നിൽക്കുന്നയാൾ ഹെൽമറ്റും ധരിക്കണമെന്നും ആന്ത്രോത്ത്, കൽപ്പനി ദ്വീപുകളിൽ നിർദ്ദേശം നൽകി. വിചിത്ര ഉത്തരവിൽ ലക്ഷദ്വീപ് കളക്ടർക്ക് പരാതി നൽകിയിരിക്കുകയാണ് അഭിഭാഷകൻ. റോഡ് സൈഡിലുള്ള തെങ്ങുകളിൽ നിന്ന് തേങ്ങ പറിക്കുമ്പോൾ 24 മണിക്കൂർ മുന്നേ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പെർമിഷൻ എടുക്കണമെന്നും തെങ്ങ് കയറുന്ന ആൾ ഗ്ലൗസും താഴെ നിൽക്കുന്ന ആൾ ഹെൽമെറ്റും ഗ്ലൗസും ഉപയോഗിക്കണമെന്നും രീതിയിലുള്ള ഒരു ഓർഡർ ഒക്കെ ഉണ്ടായി. ഈ ഒരു കണ്ടീഷണൽ ഓർഡർ വെക്കാനുണ്ടായ കാരണം എന്തെന്ന് വെച്ചാൽ അദ്ദേഹം വരുന്ന വഴിയിൽ ഒരു പാവപ്പെട്ട മനുഷ്യൻ തേങ്ങ പറിക്കായിരുന്നു. ഇദ്ദേഹത്തിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് വണ്ടി നിർത്താൻ പറഞ്ഞു. ഇതിൽ ഈഗോ ഹർട്ടായിട്ടുള്ള ഈ ഉദ്യോഗസ്ഥൻ ഇത്തരത്തിലുള്ള ഒരു കണ്ടീഷണൽ ഓർഡർ വെച്ച് ഈ രണ്ട് ദ്വീപിലെയും പാവപ്പെട്ട ട്രഡീഷണൽ ആയിട്ടുള്ള കോക്കനട്ട് പ്ലക്കേഴ്സിനെയും സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ടവരായിട്ടുള്ള ഈ കർഷകരെയും ബുദ്ധിമുട്ടിക്കുക എന്നുള്ള രീതിയിലാണ്. ഷബ്ന സിയ ചേരുന്നു ലീഗൽ ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി. ഷബ്ന, ഈ പാവങ്ങളുടെ പണി പോലും ഇല്ലാതാക്കുമോ? രുചീഷ്, ഇത് ഒരു വിചിത്രമായ ഉത്തരവാണ്. ലക്ഷദ്വീപിൽ നമുക്കറിയാം നിറയെ തെങ്ങുകളാണ്. ഈ റോഡ് സൈഡിലുള്ള തെങ്ങുകളിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലാണ് ഇത്തരം ഒരു നിർദ്ദേശം ഇപ്പോൾ ലക്ഷദ്വീപ് ഭരണകൂടം നൽകിയിട്ടുള്ളത്. ഈ തെങ്ങിൽ കയറണമെങ്കിൽ 24 മണിക്കൂർ മുമ്പ് അനുവാദം ചോദിക്കണം. അതോടൊപ്പം തന്നെ തെങ്ങിൽ കയറുന്നയാൾ ഗ്ലൗസ്, താഴെ ആരെങ്കിലും നിൽക്കുകയാണെങ്കിൽ അവർ ഹെൽമെറ്റ് ധരിക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് ഈ ഉത്തരവിലുള്ളത്. അഡ്വക്കേറ്റ് അജ്മൽ അഹമ്മദാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പരാതിയുമായി കളക്ടറെ സമീപിച്ചിട്ടുള്ളത്. ഇത് ഈ പരാതിയിൽ തന്നെ പറയുന്നത് ഇത് വിചിത്ര ഉത്തരവാണ്. ഈ ഉത്തരവ് പിൻവലിക്കണം എന്നൊരാവശ്യം ഈ അഭിഭാഷകൻ ഉന്നയിച്ചിട്ടുണ്ട്. ഏതായാലും വരും ദിവസങ്ങളിൽ ലക്ഷദ്വീപിൽ ഇതൊരു വലിയ പ്രശ്നമായി, അല്ലെങ്കിൽ നാട്ടുകാർക്കിടയിൽ വലിയ പ്രതിഷേധത്തിനിടയാക്കുന്ന ഒരു ഉത്തരവ് കൂടിയാണിത്. ശരി ഷബ്ന.